കൂലി എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസായി. അത് കണ്ട ആർക്കും ആ ഒരു ട്രെയിലർ വലിയ ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നാഗാർജുന, അമീർ ഖാൻ, സത്യരാജ്, ഉപേന്ദ്ര, മലയാളത്തിൽ നിന്ന് സൗബിൻ, പിന്നെ സാക്ഷാൽ രജനീകാന്തും വരുന്ന ലോകേഷ് സിനിമയുടെ ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്ത ഒന്നും, ഒരു ഹൈ മൊമെൻ്റ് പോലും ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അങ്ങനെ അവർ ആ ട്രെയിലർ ചെയ്തത് മനഃപൂർവ്വമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊരു വ്യക്തമായ സ്ട്രാറ്റജിയാണ്. ഒരു സിനിമയുടെ ട്രെയിലർ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ആ സിനിമയിലെ എല്ലാ ഹൈ മൊമെൻറ്റുകളും കൂട്ടിച്ചേർത്ത് നല്ല പ്രതീക്ഷ തോന്നുന്ന, നല്ല ഹൈപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ട്രെയിലർ ചെയ്താലുള്ള ഗുണം, ഫസ്റ്റ് ഡേ പരമാവധി ആളുകൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരും. അങ്ങനെ ഫസ്റ്റ് ഡേ അവർക്ക് നല്ലൊരു കളക്ഷൻ കിട്ടും. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു കുഴപ്പം, ട്രെയിലർ കണ്ടിട്ട് നല്ല എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഈ ആൾക്കാർ സിനിമ കാണാൻ വരിക. അവർ പ്രതീക്ഷിക്കുന്നത് ട്രെയിലർ കണ്ടതിനേക്കാളും മുകളിൽ എന്തെങ്കിലും സിനിമയിൽ നിന്നും കിട്ടുന്നതാണ്. പക്ഷേ അങ്ങനെ ഒന്നും കിട്ടില്ല. ഇവർ ട്രെയിലർ കണ്ടതൊക്കെ തന്നെ സിനിമയിലും ഉണ്ടാവുള്ളൂ. സോ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നുള്ളൊരു റിവ്യൂ ആണ് എല്ലാവരോടും പറയുക. സോ ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ നെഗറ്റീവ് ടു മിക്സഡ് റിവ്യൂസ് വരുന്ന ഒരു സിനിമയ്ക്ക് പിന്നീട് അങ്ങോട്ട് കാര്യമായ കളക്ഷൻ നേടാൻ പറ്റില്ല. ഇതാണ് അങ്ങനെ ഒരു ട്രെയിലർ ചെയ്താലുള്ള റിസ്ക്. പക്ഷേ ഫസ്റ്റ് ഡേ പരമാവധി കളക്ഷൻ നേടുക എന്ന് പറയുന്നൊരു കാര്യം ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നടക്കും. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി, ഒരു സിനിമയുടെ ഹൈ മൊമെൻറ്റുകളൊന്നും കാണിക്കാതെ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു നോർമൽ ട്രെയിലർ ഇറക്കുക. അങ്ങനെ വരുമ്പോൾ കാണാൻ വരുന്നവർക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. ഫസ്റ്റ് ഡേ ഈ സിനിമ കാണാൻ വരുന്നവർ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തുള്ളൊരു സിനിമ അവർക്ക് കിട്ടും. അപ്പോൾ അവർ പുറത്തിറങ്ങി നല്ല അഭിപ്രായം പറയും. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിയുന്നതോടുകൂടി പോസിറ്റീവ് റെസ്പോൺസ് വരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ സിനിമയ്ക്ക് നല്ല കളക്ഷൻ കിട്ടും. സോ ഒരു ഓവറോൾ കളക്ഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലൊരു ട്രെയിലർ ഉണ്ടാക്കിയിട്ടാൽ പറ്റും. സോ ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു ആവറേജ് ആയാലും പിന്നീട് അങ്ങോട്ട് ലോങ് റണ്ണിൽ കൂടുതൽ കളക്ഷൻ നേടാൻ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും. ഈ അടുത്ത് തുടരും എന്ന സിനിമയാണ് ഈ സ്ട്രാറ്റജി സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ഒരു ഐഡിയയും കൊടുക്കാതെയാണ് അവർ ട്രെയിലർ ഇറക്കിയത്. സോ സെക്കൻഡ് ഹാഫിൽ ഇത്രയും പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സിനിമ കണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ. സോ ഫസ്റ്റ് ഡേ ഇത്രയും വലിയ പോസിറ്റീവ് റെസ്പോൺസ് വരികയും പിന്നീട് അങ്ങോട്ട് ആ സിനിമ മലയാളത്തിൽ ഏറ്റവും കളക്ട് ചെയ്ത സിനിമയായി മാറുകയും ചെയ്തു. ഇവിടെ കൂലി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ഇവർക്ക് മുന്നിലുള്ള ലക്ഷ്യം തമിഴ്നാട്ടിലെ ആദ്യത്തെ 1000 കോടി സിനിമയായി മാറുക എന്നുള്ളതാണ്. സോ ഇതൊരു 1000 കോടി കളക്ട് ചെയ്യുന്ന സിനിമയായി മാറണം എന്നുള്ളത് തമിഴ്നാട്ടിലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ അവരെല്ലാ ഭാഷയിലും പ്രധാന നടന്മാരെയൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. പക്ഷേ വൻ ഹൈപ്പ് കൊടുക്കുന്ന ഒരു ട്രെയിലർ ഇറക്കി കഴിഞ്ഞാൽ ഇവരുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആവും. അങ്ങനെ അവർ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് അവർക്ക് കിട്ടിയാലും അവർക്കിത് മതിയാവില്ല എന്നൊരു ഫീൽ വരും. സോ പുറത്തിറങ്ങിയിട്ട് ഒരു ആവറേജ് എന്നുള്ളൊരു റെസ്പോൺസ് കൊടുക്കുള്ളൂ. സോ ഈ 1000 കോടി എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നേടാവുന്നൊരു നമ്പറല്ല, ലോങ് റണ്ണിൽ തന്നെ കിട്ടുള്ളൂ. സോ കുറച്ചധികം ദിവസം ഇത് ഓടണം. സോ ഫസ്റ്റ് ഡേ ആളെ കയറ്റുന്ന രീതിയിൽ ഒരു ട്രെയിലർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, കൂലി എന്ന് പറയുന്ന ഒരു സിനിമ, ഇത്രയും പേര് അഭിനയിക്കുന്ന ലോകേഷിൻ്റെ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ആളെ കയറ്റുന്ന രീതിയിൽ ഒരു ട്രെയിലർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഇത് കാണാൻ ആൾക്കാർ പോകും. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആൾക്കാർ എന്തായാലും തിയേറ്ററിൽ പോകും. സോ അവരെ പ്രതീക്ഷയെ താഴ്ത്തുന്ന രീതിയിലൊരു ട്രെയിലർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സിനിമയ്ക്ക് കയറുമ്പോൾ അവർ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തുള്ളൊരു സിനിമ അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ പുറത്തിറങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറയും. അങ്ങനെ ഈ സിനിമ ഒരു വലിയ വിജയമായി മാറും. ഇതാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കൂലി എന്ന സിനിമയുടെ ട്രെയിലറിൻ്റെ ഒരേ ഒരു ടേക്ക് അവേ, കമൽഹാസൻ്റെ മകളായ ശ്രുതി ഹാസൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനോട് രജനീകാന്തിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നിനക്കത് അച്ഛനാണ് പക്ഷേ അവൻ എൻ്റെ ഫ്രണ്ടാണ് എന്നുള്ളൊരു ഡയലോഗ്. അതുമാത്രമാണ് ആ ട്രെയിലറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയ. എന്തായാലും സിനിമ വരട്ടെ, സിനിമ നമ്മുടെ എക്സ്പെക്റ്റേഷനെ കവർ ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ഇതൊരു മനഃപൂർവ്വം ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്ട്രാറ്റജി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ?